ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഹരിത മറയൂർ ശർക്കര ഫാക്ടറിയിലാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ എൻട്രൻസ് ഒക്കെ. ഈ കാണുന്നതൊക്കെ കരിമ്പന്തണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് മറയൂർ ശർക്കര എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അന്നേക്ക് വേണ്ട കരിമ്പന്തണ്ട് അന്ന് തന്നെയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ദിവസം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കരിമ്പിൽ നിന്നുള്ള നീര് കുറയും. അതുകൊണ്ട് രാവിലെ തന്നെ അവർ ആവശ്യമുള്ളത്ര കരിമ്പന്തണ്ട് കൊണ്ടുവരും. അതുകൊണ്ട് ഇവിടെ ഇറക്കിയിട്ട് ആദ്യത്തെ മെഷീനാണ് ഈ കാണുന്നത്. അതിലേക്ക് തണ്ടുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കും. എന്നിട്ട് ജ്യൂസ് എടുക്കും. നല്ലോണം അതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് എടുക്കും. അതിങ്ങനെ അരിച്ച് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തോട്ടം നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ദൂരമില്ല, പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളത് എടുക്കാം. ഇങ്ങനെ കറക്കി അതിൻ്റെ നീരെടുത്തോണ്ടിരിക്കുകയാണ് ആദ്യത്തെ പ്രൊസീജിയർ. അതിനുശേഷം ഈ കാണുന്ന ഓസില്ലേ, ഈ കറുത്ത ഓസ്, ആ ഓസ് വഴി നമ്മൾ എടുത്തിരിക്കുന്ന ജ്യൂസ് ഈ വലിയ പാത്രത്തിലേക്ക് വീഴും. കണ്ടോ, വീഴുന്നുണ്ടോ? എടുത്തോണ്ടിരിക്കുന്ന ജ്യൂസ് ഫുള്ള് അതിലേക്ക് വീഴും. അപ്പോൾ ആദ്യത്തെ പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി നമുക്ക് അകത്ത് ചെന്ന് നോക്കാം എന്താണെന്ന്. അപ്പോൾ ഓസ് വഴി വന്ന ആ ജ്യൂസ് എല്ലാം കൂടിയും ഈ വലിയ പാത്രമല്ലേ, ഈ പാത്രത്തിലേക്ക് വന്ന് വീഴും. എന്നിട്ട് അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളപ്പിക്കും, നന്നായിട്ടത് വറ്റിച്ചെടുക്കും. അപ്പം നമ്മൾ ആദ്യം എടുത്ത എല്ലാ ജ്യൂസും ഇങ്ങനെ ഈ പാത്രത്തിലേക്ക് വന്നിട്ട് ഒരു 2-2.5 മണിക്കൂർ നന്നായിട്ട് ഇങ്ങനെ തിളപ്പിച്ച് ശരിക്ക് വറ്റിച്ചെടുക്കും. നന്നായിട്ട് തിളക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കരിമ്പിൻ ജ്യൂസാണ്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ജ്യൂസ് മാത്രമാണ് ഈ കിടന്ന് തിളയ്ക്കണത്. അത് കഴിയുമ്പോൾ ഈ കാണുന്ന ട്രെയിലേ, ആ ട്രെയിലേക്ക് അതുവഴി ഇങ്ങോട്ട് വടിച്ച് ഇതിലേക്ക് വെക്കും. ആ ഉരുക്കിയ ആ ജ്യൂസ് എല്ലാം കൂടിയും അതിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ചെറു ചൂടോടുകൂടി തന്നെ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കും, ഉണ്ടയാക്കും. അതാണ് ഈ മറയൂർ ശർക്കര. ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കുന്നത് തന്നെയാണ് ഈ മറയൂർ ശർക്കര മറ്റു ശർക്കരയിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു പോംവഴി. എന്ന് വെച്ചാൽ ശർക്കരയുടെ മീതെ ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച ആ പാട് ഉണ്ടാവും. ഉണ്ട ശർക്കരയും കിട്ടും, പൊടി ശർക്കരയും കിട്ടും കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റാ.